ഈ നേരത്തെ സണ്ണി ജോസഫ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഈ രണ്ടാമത്തെ പരാതി പാർട്ടിക്കുള്ള കെണിയാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ പരാതി പോലീസിന് കൈമാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നായിരുന്നു സണ്ണി ജോസഫ് പറഞ്ഞത്. അതായത് ഈ രണ്ടാമത്തെ പരാതിയുടെ കാര്യത്തിൽ പാർട്ടിക്ക് തന്നെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം അവിടെ ഇല്ലേ? ആദ്യത്തെ പരാതിയിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചു, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി, ഇപ്പം ഹൈക്കോടതി ഇപ്പോൾ 15 വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു സംശയം പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുമോ? രണ്ടാമത്തെ പരാതി പാർട്ടിക്കുള്ള കെണിയാണെന്ന് സണ്ണി ജോസഫ് പറയുന്നത് ആ പരാതി ബാക്കി എല്ലാവർക്കും അയക്കുകയും വിശദാംശങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത ശേഷമാണ് പാർട്ടിക്ക് അയക്കുന്നത്. അപ്പോൾ പാർട്ടി അതിന്മേൽ നടപടി എടുത്തിട്ടില്ല എങ്കിൽ രാഷ്ട്രീയമായി അവർ ചുരുങ്ങിപ്പോവും, അല്ലെങ്കിൽ അവർ അതിന്റെ പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരും. അതാണ് അവർ പറയുന്ന കാര്യം. അപ്പോൾ ഈ പരാതി ജെന്യുവിനാണോ എന്നുള്ള ചോദ്യമാണല്ലോ അവിടെ ഉള്ളത്. പാർട്ടിക്കുള്ള കെണി അല്ലെങ്കിൽ പാർട്ടിക്ക് അയച്ചിട്ട് മറ്റുള്ളവർക്ക് അങ്ങനത്തെ പ്രശ്നമല്ല. ഈ പരാതി ജെന്യുവിനാണോ? അപ്പോൾ ഇതാരെങ്കിലും അനോണിമസ് ആയിട്ടുള്ള ആളുകൾ അയക്കുന്നതാണോ? അങ്ങനെയല്ല. ആ പരാതിക്കാരി വിശദാംശങ്ങൾ പോലീസ് ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ട്, അവരുമായി സംസാരിച്ചിട്ടുണ്ട്, ഇപ്പോൾ അവരുടെ മൊഴിയും രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജെന്യുവിൻ പരാതിയാണ്. ആ പരാതി അയച്ച ആളുള്ളതാണ്. 23 വയസ്സുകാരിയായിട്ടുള്ള കേരളത്തിന് പുറത്ത് താമസിക്കുന്ന യുവതിയാണ് ആ പരാതി കൊടുത്തിട്ടുള്ളത്. ആ പരാതി ഉള്ളതാണ്. ആ പരാതി പാർട്ടിക്ക് അയക്കുന്നതിന് പിന്നിൽ പാർട്ടി അതിന്മേൽ നടപടി എടുക്കുമോ അതോ പൂഴ്ത്തി വെക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ഉദ്ദേശം ഒരുപക്ഷെ അതിനകത്തുണ്ടാവും. അത് പക്ഷേ ഇതിനകത്ത് എന്തുമാത്രം റെലവൻ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല. പോലീസ് ഈ കേസ് അന്വേഷിക്കുകയും അത് കോടതിക്ക് മുൻപാകെ എത്തിക്കഴിയുകയും ചെയ്തിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിൽ കൂടുതൽ പരാതികൾ ഉയർന്നു വരാനുള്ള സാധ്യതയെ കോൺഗ്രസ്സുകാർ തന്നെയും കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു നിലയ്ക്കുമുള്ള അഭിപ്രായ വ്യത്യാസവും തടസ്സങ്ങളും ഇല്ലാതെ അദ്ദേഹത്തെ പൂർണ്ണമായും പുറത്താക്കാനുള്ള തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയമായി തിരിച്ചുവരവ് നാളെ മുതൽ സാധ്യമാകും എന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറെ കോൺഗ്രസ്സുകാർ, പ്രാദേശിക നേതാക്കൾ ഏറ്റെടുക്കാൻ തയ്യാറായി രംഗത്ത് വരണം. പക്ഷെ വന്നാൽ അവരെല്ലാവരും കൂടി ലഭ്യരാകുമെന്ന് ഒഴിച്ചു നിർത്തിയാൽ പാർട്ടിക്ക് അവരെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നില ഇപ്പോഴില്ലാന്ന് മനസ്സിലാക്കണം. എന്തായാലും അനീഷ, നിഷാദ്, ഒരു കാര്യം കൂടി, അതായത് നീ പറഞ്ഞതുപോലെ തന്നെ ഈ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ വാദിച്ചിരുന്നത് ഈ കേസ് അല്ലെങ്കിൽ തനിക്കെതിരെ ഈ പരാതി പൂർണ്ണമായും വ്യാജമാണ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, കൃത്യമായ പരാതിക്കാരിയില്ല എന്ന വാദമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വച്ചിരുന്നത്. പക്ഷേ ആ വാദങ്ങളെയൊക്കെ തള്ളിക്കൊണ്ടായിരുന്നു പരാതിക്കാരി രംഗത്തെത്തുന്നതും കൃത്യമായ മൊഴി ഉൾപ്പെടെയുള്ളവ നൽകുകയൊക്കെ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴി നൽകുകയൊക്കെ ചെയ്തത്. അപ്പം ഈ പരാതി കൃത്യമായ പരാതിക്കാരി ഇല്ല എന്ന വാദം അവിടെ പൂർണ്ണമായും പൊളിഞ്ഞു പോവുകയല്ലേ? ഒരിക്കൽ കൂടി ചോദിക്കുമോ അനീഷ? ഞാൻ കേട്ടില്ലത്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യഘട്ടത്തിൽ കോടതിയിൽ വാദിച്ചിരുന്നത് ഈ തനിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി വന്നത് വ്യാജമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്, അങ്ങനെ ഒരു പരാതിക്കാരിയില്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, തനിക്ക് ഇവരെ അറിയില്ല എന്നൊക്കെയുള്ള കാര്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വാദിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം പോലീസ് ഇവരെ കാണുന്നു, അല്ലെങ്കിൽ മൊഴിയെടുപ്പ് നടത്തുന്നു, അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ പോയി. അപ്പം ഈ രാഹുലിന്റെ ഈ വാദങ്ങളൊക്കെ പൂർണ്ണമായും പൊളിച്ചു കളയാൻ ഈ കോടതിക്കുള്ളിൽ സാധിച്ചില്ല. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി പോയത്? അല്ല, ഈ പരാതി ഉയർത്തുന്ന ആളുകൾ എല്ലാം വ്യാജ പരാതിയാണ് ഉയർത്തുന്നത് എന്നാണ് ഈ ഇപ്പുറത്ത് നിൽക്കുന്ന പ്രതികൾ എല്ലാ ഘട്ടത്തിലും കോടതിയിൽ വാദിക്കുക. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. അതായത് ദിലീപ് പറയാണ് ഈ ആക്രമണം നേരിട്ട് നടി സാധാരണ നിലയിലാണെങ്കിൽ ചില ആളുകൾ ആത്മഹത്യ ചെയ്തതിനെ, ചില ആളുകൾ വർഷങ്ങളോളം മിണ്ടാതിരുന്നതിനെ, തകർന്നു പോയതിനെ. പക്ഷേ ഇവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബാക്ക് ടു ലൈഫ് തിരികെ വന്നല്ലോ, അത്ഭുതം തോന്നുന്നതാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ ആക്രമണം നടന്നതായി പോലും സംശയിക്കുന്നു എന്ന് പറയാൻ ദിലീപ് മുതിരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന ആളുകൾ, ഇപ്പുറത്ത് നിൽക്കുന്ന ആരോപണ വിധേയർ, കുറ്റവാളികൾ, പ്രതികൾ, അവരെപ്പോഴും ശ്രമിക്കുക ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കാനായിരിക്കും. അപ്പോൾ 2 കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്താണ്? താൻ നിരപരാധിയും നിഷ്കളങ്കനും നീതിമാനും ആണ് എന്ന് പറയാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമാണ്. അത് കോടതിയിൽ പോകുമ്പോൾ പ്രതിഭാഗം ആ നിലയ്ക്കുള്ള വാദമുഖങ്ങളെ എടുക്കുകയുള്ളൂ. രണ്ടാമത് എന്തുകൊണ്ട് ജാമ്യം കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ കേസിനകത്ത് പോലീസ് ഒരു സോളിഡ് ആയിട്ടുള്ള, കോൺക്രീറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ഈ കേസ് അങ്ങനെ ബിൽഡ് ചെയ്യുകയും ചെയ്തിട്ടില്ല. ഒരു FIR ഇടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് കാണേണ്ട കാര്യം. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ദിവസം ജാമ്യം നിഷേധിക്കാന്ന് വെച്ചാൽ പ്രാഥമികമായ തെളിവുകൾ അദ്ദേഹത്തിന് നശിപ്പിക്കാതിരിക്കാൻ കഴിയുക, പൂർണ്ണമായും അദ്ദേഹത്തിന് പബ്ലിക് സ്പേസിൽ ഇറങ്ങി എന്ന കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുകൊണ്ടായിരിക്കും. ആ ടൈം പീരീഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാവുന്നേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് ജാമ്യം കൊടുത്താൽ ഈ കേസ് തകരുമെന്ന നിലയ്ക്കുള്ള സംഗതികളൊന്നും ഇപ്പോൾ കോടതിയുടെ മുമ്പിലില്ല. എന്ന് മാത്രമല്ല, അന്വേഷണം അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഒരു പക്ഷേ കൂടുതൽ കർക്കശമായ നിലപാടുകളിലേക്ക് നീതിപീഠം പോവുക നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ ഈ ജാമ്യം സ്വാഭാവികമാണ്, ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അവകാശവുമാണ്. ജാമ്യം അവകാശമാണ് എന്നുള്ളതാണ് നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാന സത്ത എന്നതുകൂടി കാണേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയ ആശ്വാസം കിട്ടി, അദ്ദേഹം എല്ലാത്തിൽ നിന്നും വിമുക്തനായി എന്ന് പറയാൻ കഴിയില്ല. ഈ ജാമ്യം ആർക്കും കിട്ടും, അത് ദിലീപിന് പോലും കിട്ടിയിട്ടുമുണ്ട്.